ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ കുറച്ച് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉണ്ട്, വീഡിയോയിൽ എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റോസിഡ പ്ലാന്റ് ആണ് കേട്ടോ. റോസിഡയുടെ നല്ല കടും റെഡ് കളറായിട്ടുള്ള പൂക്കൾ, നല്ല ഭംഗിയായിട്ട് നല്ല പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് റോസിഡ. എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ നല്ല കൊലകൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 120 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. നല്ല റെഡ് കളറാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല മഞ്ഞ കളറാണ് കാണിച്ചിരുന്നത്, ഇപ്രാവശ്യം നല്ല റെഡ് കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന കലാഞ്ചിയാണ്. നല്ല കലാഞ്ചിയുടെ നല്ല ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ, ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരിക. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 70 രൂപയാണ് കേട്ടോ. 3 കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 70 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 80 രൂപയ്ക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വന്ന പ്ലാന്റിന് നമുക്ക് കുറച്ച് വില കുറവുണ്ട്, അതുകൊണ്ടാണ് 10 രൂപ കുറഞ്ഞത് കേട്ടോ. പിന്നെ വരുന്നത് ഇതൊരു വയലറ്റ് കളറാണ് കേട്ടോ. ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ഇതും 70 രൂപ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളർ കൂടെ ഉണ്ട്. ഇതാണ് വൈറ്റ് കളർ വരുന്നത് കേട്ടോ. അപ്പം ഇതും ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് വരിക. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 70 രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെയും വില വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റൊക്കെ നമ്മൾ അധികം വെയിലത്തൊന്നും വെക്കാതെ ഒരു ഷെയ്ഡ് ഭാഗത്തൊക്കെ വേണം നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താനായിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ. പിന്നെ വരുന്നത് ടെക്കോമയാണ്. ടെക്കോമയുടെ ഒരു റെഡും അതുപോലെ യെല്ലോ കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറ്. നല്ല ഭംഗിയായിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് ടെക്കോമ പ്ലാന്റ്. നല്ല ചട്ടിയിലൊക്കെ നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ് കേട്ടോ. ടെക്കോമയുടെ റെഡ് കളർ ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ടെക്കോമയുടെ റെഡ് കളർ എന്ന് പറയുമ്പോൾ പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല റെഡ് കളറായിരിക്കും വരിക, നല്ല റെഡ് കളർ. പിന്നെ അത് ഒരു പതുക്കെ പൂക്കളൊക്കെ ഒന്ന് മെച്ചൂർഡ് ആകുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കളറൊന്ന് മാറി ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് ഇങ്ങനെ മാറുന്നതാണ്. അതാണ് ഈ റെഡ് കളറിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ അത് നമ്മൾ പ്ലാന്റൊക്കെ അയക്കുമ്പോൾ ചില സമയത്തൊക്കെ ഈ പൂക്കളൊക്കെ ഒന്ന് പൊഴിയാനായ സമയമായിരിക്കും. ആ സമയത്ത് ചിലപ്പം മഞ്ഞ കളറായിരിക്കും. അപ്പോൾ കളറ് മാറിപ്പോയി എന്ന് പറഞ്ഞാലും പരാതിപ്പെടേണ്ട കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നതും 80 രൂപ തന്നെയാണ്. ഈ യെല്ലോ കളറാണ് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. യെല്ലോ കളറൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ വില വരുന്നതും 80 രൂപ തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ടെക്കോമയ്ക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ് ടെക്കോമയുടെ വെറൈറ്റികളൊക്കെ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 80 രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത്. അടുത്ത് വരുന്ന അലമാൻ്റെ പ്ലാന്റ് ആണ്. അലമാൻ്റെ ക്രീപ്പർ ചെടിയാണ് കേട്ടോ. ഇതുപോലെ യെല്ലോ കളർ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇത് മഞ്ഞ മാൻഡവില്ല എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. മാൻഡവില്ലയുടെ ഒരു ടൈപ്പ് ചെടിയാണ് ഇത് വരുന്നത്. അപ്പോൾ അലമാൻ്റെ പ്ലാന്റ് എന്നാണ് ഇനി പറയപ്പെടുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. നമുക്ക് ഭംഗിയായിട്ട് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഈ 100 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന അടുക്കുമുല്ലയാണ്. 7 ലെയറായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു കട്ടമുല്ല, അടുക്കുമുല്ല എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു ചെടി കേട്ടോ. നല്ല ബുഷായിട്ടുള്ള നല്ല ചെടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. കുറച്ച് പ്ലാന്റേ ഉള്ളൂ മുല്ലയുടെ ഒക്കെ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പ്ലാന്റ് കാണിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും അന്ന് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. പ്ലാന്റ് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. അടുത്ത് വരുന്ന മാൻഡവില്ലയാണ്. മാൻഡവില്ലയുടെ റെഡ് കളർ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ. അതുപോലെ ക്രീപ്പറായിട്ടും വളർത്താം, ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, നിറയെ പൂക്കളും മുട്ടുകളൊക്കെ വന്ന ചെടികളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഏകദേശം ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. കണ്ടില്ലേ, ഏകദേശം ഈ ഒരു സൈസിലൊക്കെ വരുന്ന ചെടിയാണ് വരിക. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 350 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് മാൻഡവില്ല റെഡ് കളർ. നല്ല കടും റെഡ് കളറാണ് വരിക. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 350 രൂപയാണ് ഇതിൻ്റെ വില. അടുത്ത് വരുന്ന ഹൈട്രാഞ്ചിയാണ്. ഹൈട്രാഞ്ചിയുടെ ഇത് കണ്ടില്ലേ, ഈ ഒരു ചെറിയ ഇളം പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ.
ഒരു ഇളം പിങ്ക് കളർ, വൈറ്റ് കളറോട് കൂടി വന്ന് പിന്നെ അത് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് മാറുന്നതാണ് പൂക്കൾ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 120 രൂപയാണ് കേട്ടോ. ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 120 രൂപയാണ് ഇതിൻ്റെ വില. വരുന്ന മരമുല്ലയാണ്. മരമുല്ല ഇത് കണ്ടില്ല, ഈ ചട്ടിയിൽ നമ്മൾ കാണുന്ന പോലെ നല്ല ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. നല്ല സ്മെല്ലോട് കൂടിയുള്ള നിറയെ കൊല കുത്തി പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് മരമുല്ല എന്ന് പറയുമ്പം. ഇത് ഡോർഫ് ടൈപ്പാണ്, മിനിയേച്ചർ ടൈപ്പാണ്, വലിയ മരമായിട്ട് പോകുന്ന ടൈപ്പല്ല കേട്ടോ. നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വരിക. ഇതിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. അടുത്ത് വരുന്ന ഈ ഒരു ചെത്തിയാണ്. നല്ല പിങ്ക് കളർ ചെത്തി കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ്. എല്ലാവർക്കും അറിയാം ചെത്തി നല്ല ഭംഗിയാണ്. നമുക്ക് നമ്മുടെ ഗാർഡനിലൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ മുറിച്ച് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ മുറിച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ചെത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ പൂക്കളുടെ കളർ വരുന്നത്. ഇതാണ് ചെടിയുടെ സൈസ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 100 രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്നത് കാർണേഷ്യ പ്ലാന്റ് ആണ്. നമ്മുടെ ഡയാന്തസിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് കാർണേഷ്യ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ്. കുറച്ച് നല്ല കെയറിങ് വേണം. കുറച്ച് അധികം വെള്ളമൊന്നും ഒഴിച്ച് ചീത്തയാക്കാതിരുന്നാൽ ഒരുപാട് നാൾ നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. അതുപോലെ ഇതിൻ്റെ കമ്പൊക്കെ കുത്തി നമുക്ക് മുറിച്ച് നമുക്ക് പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 70 രൂപയാണ്. ഈ ഒരു റോസാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പ്ലാന്റ് ആണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടാണ്, പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോയി. അത്രയും നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു റോസ്. നല്ല ബുഷായിട്ടുള്ള ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. പിങ്ക് കളറൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ പിങ്ക് അല്ല, ഒരു ഓറഞ്ച് കളർ എന്ന് പറയാം. ഓറഞ്ച് കളറിൽ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതും 80 രൂപ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. അടുത്ത വരുന്ന കാറ്റ്സ് ക്ലോ ആണ്. നമുക്ക് നല്ല കർട്ടൻ പോലെയൊക്കെ നമുക്ക് ക്രീപ്പറായിട്ട്, അതായത് ഇത് കുറച്ച് മുകളിലോട്ട് കയറി നമുക്ക് ഒരു കർട്ടൻ പോലെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ കാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു പൂച്ചയുടെ നഖം പോലെ അള്ളി പിടിച്ച് കയറി, അതുപോലെ അതൊരു കർട്ടൻ പോലെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നിങ്ങൾ ഇവിടെ സൈഡിൽ കാണുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 120 രൂപയാണ്. വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ചെറിയ ചെടിയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 120 രൂപയാണ് ഇതിൻ്റെ വില. അടുത്ത് വരുന്ന ജെറേനിയാണ് കേട്ടോ. ജെറേനിയത്തിൻ്റെ റെഡ് കളറാണ് പൂക്കൾ വിരിഞ്ഞ് എല്ലാം ഒന്ന് കൊഴിഞ്ഞ് പോയതാണ്. ഇപ്പോൾ പുതിയ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. നല്ല റെഡ് കളറാണ് പൂക്കളുടെ കളർ വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 100 രൂപയാണ് പ്ലാന്റിൻ്റെ വില. അടുത്ത് വരുന്ന കൊക്കടാമുല്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുല്ലയുടെ വെറൈറ്റിപ്പെട്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇങ്ങനെ ഒരു കുറ്റിച്ച് നിൽക്കുന്ന ചെടിയാണ്. അത് ഓവറായിട്ട് ഇങ്ങനെ ക്രീപ്പറായിട്ടൊന്നും പോകുന്ന ടൈപ്പല്ല. ഇങ്ങനെ കുറ്റിച്ച് നമുക്ക് പുതിയ വള്ളികളൊക്കെ നീണ്ടു പോകുന്നതിനനുസരിച്ച് സ്റ്റെം കട്ട് ചെയ്താൽ നമുക്ക് ബുഷാക്കി തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ക്രീപ്പറായിട്ട് വളർത്തേണ്ടവർക്ക് അങ്ങനെയും വളർത്താം. ബുഷായിട്ട് വളർത്തുന്നതാണ് ഒന്നുകൂടെ ഭംഗി കാണാനായിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്, കുറേ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ചെടി കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്. ബ്രൈഡൽ ബൊക്കയുടെ അത് കണ്ടില്ല, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ചെടികളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക. ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിട്ട് കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നല്ല സ്മെല്ലുമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. അത് കണ്ടില്ല, മൊട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ബഡ്സൊക്കെ വരാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 150 രൂപയാണ്. അടുത്ത് വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലോഡെൻഡ്രത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഒരു ഗോൾഡൻ കളറായിട്ടാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിരിക്കും. നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു വലിപ്പമാണ് വരുന്നത്. നല്ല അത്യാവശ്യം ചോടൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 160 രൂപയാണ്.
അടുത്ത വരുന്ന അരീക്കപ്പാമാണ്. അരീക്കൽപ്പാമിൻ്റെ ഇത് കണ്ടില്ല, ഇതുപോലെ ഒരുപാട് ഷൂട്ടുകളുള്ള പ്ലാന്റുകൾ, ഒരു 10-30ഓളം ഷൂട്ടുകൾ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് നല്ല വൈറ്റ് പോട്ടിലൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന, തീരെ വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 150 രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത്. ഒരുപാട് ഷൂട്ടൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 150 രൂപയാണ് ഇതിൻ്റെ വില. അടുത്ത് വരുന്ന ട്രീ ഫേൺ ആണ്. ട്രീ ഫേണിൻ്റെ ഇത് കണ്ടില്ല, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്. നമുക്ക് നല്ല ഒരു വടി പോലെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇത് പൊങ്ങി ഇങ്ങനെ പോയി ഇതിൻ്റെ കൊട പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കുറച്ച് മെച്ചൂർഡ് ആകണം ഈ പ്ലാന്റ്. ഇപ്പം ചെറിയ പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 150 രൂപ തന്നെയാണ്. ആവശ്യമുള്ളവർ അറിയിക്കുക. കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് അറിയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. 150 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന അബ്യൂ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്. എല്ലാം നല്ല എയർ ലെയർ ചെയ്ത നല്ല തൈകളാണ് വരുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ഒരു 2 വർഷം കൊണ്ടൊക്കെ നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 400 രൂപയാണ്. അടുത്ത് വരുന്ന മിറാക്കിൾ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിറയെ പൂക്കളും കായ്കളൊക്കെ വരാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ. നല്ല ഭംഗിയായിട്ട് പൂക്കളും കായ്കളൊക്കെ വരാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.